ഹേ ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. നമുക്കൊരു യാത്ര പോയാലോ? അത് വേറെ എങ്ങോട്ടല്ല, എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. പാലക്കാട് ടു പത്തനംതിട്ട. എൻ്റെ വീട് പത്തനംതിട്ടയും ഏട്ടൻ്റെ വീട് പാലക്കാടും ആണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. ഞാൻ പട്ടാമ്പിന്നായിരുന്നു കേട്ടോ ട്രെയിൻ കയറിയത്. ഞാൻ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പതിയെ തിരക്കായി തുടങ്ങി. ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 1 അവറോളം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിച്ച ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഞാനാണ് ഇതുപോലെ ട്രെയിനിലൊക്കെ ലോങ് യാത്ര ചെയ്യാറുള്ളപ്പോൾ എപ്പോഴും മാസ്ക് വെക്കാറുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ ലഗേജ് ആണ്. പോസ്റ്റ് അടിച്ച് അങ്ങനെ ഇരുന്ന ഫൈനലി ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി ട്രെയിനിൽ ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഡോ സീറ്റും കിട്ടി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പോയി. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച 5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതല്ലെങ്കിലും നമ്മൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. അങ്ങനെ നീണ്ട 5 മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയും, പിന്നെ അതുപോലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നല്ല തിരക്കും. ശബരിമല സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തിരക്ക് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ഫുൾ അയ്യപ്പന്മാരായിരിക്കും, അതും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. തമിഴ്നാട്, കർണാടക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കും കേട്ടോ. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. നല്ല ഇടിച്ചു കുത്തി പെയ്യണ മഴയായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള യാത്ര എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചെങ്ങന്നൂന്ന് നേരെ ബസ് കയറി പത്തനംതിട്ട ചെന്ന് പത്തനംതിട്ടയിൽ നിന്ന് നേരെ മലയാളപ്പുഴ എത്തി കേട്ടോ. ഇതാണ് എൻ്റെ സ്ഥലം. സൈഡിൽ നിന്നൊരു ചേട്ടൻ കൈ കൊട്ടുന്നത് കണ്ടോ? അതെനിക്ക് ഓട്ടോ വിളിച്ച് തരുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം മലയാളപ്പുഴ അമ്പലം. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അമ്മ എനിക്ക് ചായയും പരിപ്പോടെ ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.